നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഭരണം കിട്ടുമെന്ന് ഉറപ്പായതോടെ UDF അതിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസ് അതിൻ്റെ തനി സ്വഭാവം പുറത്തെടുത്തിരിക്കുകയാണ്. കോൺഗ്രസിൽ നേരത്തെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ഏതാണ്ട് 5-6 പേരുണ്ട്. അതിൽ ശശി തരൂർ ഇപ്പോൾ ഏതായാലും ഒഴിവായി. ശശി തരൂരിന് ഇനി കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ കാര്യമൊന്നുമില്ല. അദ്ദേഹം പതിയെ സൈഡ് ലൈൻ ചെയ്യപ്പെടുകയാണ്, പതിയായി BJPയോട് അടുക്കുകയാണെന്നുള്ള സൂചനകൾ ശക്തമാവുകയാണ്. ഒരിക്കൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരുമെന്ന് ഉറപ്പിച്ചിരുന്ന കോൺഗ്രസ് അണികളെല്ലാം തരൂരിൻ്റെ പുറകെ പോയി തരൂരിനെ നേതാവായി വാഴ്ത്തി അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വരുമെന്ന് ഉറപ്പിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ ആ കാലം പൊടുന്നനെ അസ്തമിച്ചു. ഇനി തരൂരിന് കോൺഗ്രസിൽ റോളൊന്നുമില്ല. അദ്ദേഹം ഒരു മോഡിയുടെ അടുത്ത അനുയായിയായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി കേരളത്തിലെ കോൺഗ്രസിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നുള്ള ഒരു തീരുമാനം ഏറെക്കുറെ ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ആരായിരിക്കും UDFനെ നയിക്കുക? ആരുടെ നേതൃത്വത്തിലാണ് UDF മന്ത്രിസഭ ഉണ്ടാവുക എന്നുള്ള ചോദ്യമെല്ലാം ഇപ്പോൾ തന്നെ ഉയർന്നു കഴിഞ്ഞു. VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, K മുരളീധരൻ, ഈ 4 പേരിലേക്കാണ് ഇപ്പോൾ ഈ മുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാന ചർച്ചകൾ ചുരുങ്ങുന്നത്. അതിൽ KC വേണുഗോപാൽ കേന്ദ്രത്തിൽ നിന്ന് ഇപ്പോൾ ഉടനടി വരാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ ഉണ്ടാക്കി മത്സരിച്ച് മുഖ്യമന്ത്രിയാകുമോ, അതല്ല എങ്കിൽ മറ്റാരെങ്കിലും ആകുമോ, ഇത്തരത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. VD സതീശനും രമേശ് ചെന്നിത്തലയുമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്ന 2 പേരുകൾ. അതിൽ രമേശ് ചെന്നിത്തല ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും സീനിയർ നേതാവാണ്. AK ആന്റണി കഴിഞ്ഞാൽ ഇപ്പോൾ സജീവമായി നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കളിൽ ഏറ്റവും സീനിയർ രമേശ് ചെന്നിത്തലയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കണമെന്ന് വാദിക്കുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ VD സതീശൻ മികവുറ്റ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് പാർട്ടി വിജയങ്ങളെല്ലാം നേടിയത്. ഒരു പരാജയവും പാർട്ടിക്കുണ്ടായില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹത എന്ന് വാദിക്കുന്നവർ അദ്ദേഹത്തിനൊപ്പമുണ്ട്. ഏതായാലും കോൺഗ്രസിൽ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം ഇക്കാര്യത്തിൽ നിർണായകമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഹൈക്കമാൻഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ KC വേണുഗോപാൽ എന്ന് തന്നെയാണ് അർത്ഥം. എങ്കിൽ തന്നെയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെയായിരിക്കും UDFും കോൺഗ്രസും മത്സര രംഗത്തേക്ക് ഇറങ്ങുക 2026 തെരഞ്ഞെടുപ്പിൽ. പിണറായി വിജയൻ CPMന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ആർക്കും തർക്കമൊന്നുമില്ല. ഈ പരാജയത്തിന് നടുവിലും പിണറായി അല്ലാതെ വേറൊരു നേതാവിനെ അവർക്ക് ആലോചിക്കാൻ വയ്യ. അത്തരം ആലോചനകൾ CPMനുള്ളിൽ നടക്കുന്നുണ്ടെങ്കിലും നിലവിൽ പിണറായിയെ മാറ്റി നിർത്തിക്കൊണ്ടൊരു നേതൃത്വത്തെ അവരോധിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടുക എന്നൊക്കെ പറയുന്നത് CPMന് നിലവിൽ സാധ്യമല്ലെന്നാണ് ആ പാർട്ടിക്കാർ തന്നെ പറയുന്നത്. എങ്കിലും ആലോചനകൾ നടക്കുന്നുണ്ട്. പിണറായിക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടാകുമെന്നുള്ള സംശയങ്ങളും ആ പാർട്ടിയിലുണ്ട്. ഏതായാലും CPMൽ പിണറായി വിജയൻ തന്നെയായിരിക്കുമെന്ന് ഉറപ്പിക്കുമ്പോഴും കോൺഗ്രസും UDFും വളരെ ബുദ്ധിപൂർവ്വം തങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നില്ല. ഈ 4 പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള കാര്യം ഉറപ്പാണ്. അക്കാര്യത്തിൽ മുസ്ലിം ലീഗിനെ പോലൊരു പാർട്ടിയുടെ ഒരു സേയും ഉണ്ടാകും. കാരണം അവരുടെയൊക്കെ മുസ്ലിം ലീഗിന് എപ്പോഴും കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി നേതാവിനെ എല്ലാം UDFിൻ്റെ ചെയർമാനെ തീരുമാനിക്കുന്ന കാര്യത്തിൽ UDF ചെയർമാനാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. UDF ചെയർമാനെ തീരുമാനിക്കുന്ന കാര്യത്തിൽ എപ്പോഴും മുസ്ലിം ലീഗിന് അവരുടേതായ വാക്കിന് വിലയുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ ഈ 4 ഇപ്പോൾ ഭരണം കിട്ടുമെന്ന് ഉറപ്പായതോടെ കോൺഗ്രസിൻ്റെ UDFിൻ്റെ അണികൾ വളരെ ആവശ്യത്തിലാണ്. തങ്ങൾ ഭരണം പിടിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു വിശ്വാസ്യതയിലേക്കാണ് അവർ പോകുന്നത്. അപ്പോൾ ഈ 4 പേരിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴേ തന്നെ തർക്കം തുടങ്ങിയില്ലെങ്കിലും ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു പ്രത്യേകിച്ച് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുന്നിൽ വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് മത്സരത്തിലേക്ക് പോകണ്ട, അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകണ്ട എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് പറയുന്നത്. അതുകൊണ്ട് ഇവരിൽ ആരൊക്കെയാണ് മുഖ്യമന്ത്രി എന്നുള്ള സംഭവം നമുക്കിപ്പോൾ അറിയാൻ കഴിയില്ല. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു തർക്കമുണ്ടായേക്കാം. അങ്ങനെ വരുമ്പോൾ ഹൈക്കമാൻഡ് ആരെ പിന്തുണയ്ക്കും, MLA മാരെ പിന്തുണയ്ക്കും. ഇനി ഹൈക്കമാൻഡ് MLA മാരോട് പറയുകയാണ്, നിങ്ങൾ ഒരുമിച്ച് ഐക്യകണ്ഠേന ഒരു നേതാവിനെ തിരഞ്ഞെടുക്കണം, വോട്ടെടുപ്പ് പാടില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയില്ല. ഏതായാലും LDF ഏതായാലും വിടവാങ്ങാൻ തയ്യാറായിട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ UDFിൽ ആര് മുഖ്യമന്ത്രിയാകുമെന്നുള്ള തർക്കം രൂക്ഷമായിട്ടില്ലെങ്കിലും അത്തരത്തിലുള്ള ആലോചനകൾ ശക്തിപ്പെടുകയാണ്. ആരായിരിക്കും അടുത്ത തവണ UDF മന്ത്രിസഭ ഉണ്ടാകുമ്പോൾ അതിനെ നയിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ആലോചനകൾ ഇപ്പോഴേ തുടങ്ങിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.